കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ അനിയത്തി കുഞ്ഞാവേൻ്റെ വല്യമ്മൻ്റെ മോളെ കല്യാണത്തലേന്നുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. ചെറിയ ഫംഗ്ഷനല്ല, നമുക്ക് റിസപ്ഷൻ വെച്ചതാണ് കേട്ടോ. കല്യാണത്തിന് പിറ്റേന്നുള്ള ഇറങ്ങുന്ന സമയത്താണ്. എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കല്യാണത്തിന് അന്ന് രാവിലെ ദക്ഷിണ കൊടുക്കുന്ന സമയത്തുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും, ചില ആൾക്കാർക്ക് അറിയില്ല, ചില ആൾക്കാർ കരയും. ഇപ്പോൾ കുഞ്ഞാവെന്ന് പറയുന്നത് ഞങ്ങൾ എന്താ പറയുക, അത്രയും കമ്പനി ആട്ടോ. ഞങ്ങൾ അമ്മേൻ്റെ ഫാമിലിയിൽ 10 പെൺകുട്ടികളുണ്ട്. 10 പെൺകുട്ടികളിൽ ഇതിപ്പോൾ 8ാമത്തെ ആളാണ്. 9ാമത്തെ ആളെ കല്യാണം അതിൻ്റെ അനിയത്തി കേട്ടോ. അവളെ കല്യാണം പിന്നെ ഡിസംബറിൽ കഴിഞ്ഞ്. ഞാൻ പിന്നെ അന്ന് വീഡിയോസൊന്നും എടുത്തില്ല, ചെറിയ ഷോർട്സ് ആക്കിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 9ാമത്തെ 8ാമത്തെ ആളാണ്. ഇവളെ കല്യാണമാണ് പിന്നെ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ട്, ലാസ്റ്റ് ഒരാൾ. ആളെ കല്യാണത്തിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾ. ഇത് ഇവളെ മൂത്ത ചേച്ചിയാണിത്. ഇവർ 3 പെൺകുട്ടികളാണ്. ഞങ്ങളെ വീട്ടിലെ പോലെ തന്നെ മൂത്ത ചേച്ചിയാണ്. പിന്നെ ഇത് 2ാമത്തെ ചേച്ചി. അപ്പോൾ എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഇപ്പോൾ രാവിലെ 8 മണി 8:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആ സമയത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല, കാരണം മുഹൂർത്തത്തിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പെട്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മതാണ്, എൻ്റെ അമ്മയാണ് അടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ എത്തി, ഉള്ള ആൾക്കാർ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട ആൾക്കാരൊക്കെ വെച്ചിട്ട് പിന്നെ എത്താനുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ചെക്കനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടപ്പോൾ അവരൊക്കെ വന്നിട്ടോ. ഇതെന്നാണ് ചെക്കൻ്റെ പേര്, വിളിക്കുന്ന പേര് അപ്പു എന്നാണ്. അപ്പോൾ ഞങ്ങൾ 9ാമത്തെ കുടുംബത്തിലേക്ക് വന്ന മരുമകനാണ്, ഞങ്ങളെ ഏട്ടനാണ്. സ്ഥാനം കൊണ്ട് കുഞ്ഞാവൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ കുറഞ്ഞ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, മാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ. കാരണം ഇത്രയും ആൾക്കാർ വന്നതിൽ 8 ആൾക്കാർ വന്നതിൽ ഇങ്ങനെ ഒരു സ്വീകരണം ഞങ്ങളിതുവരെ ഈ നാട്ടിലേക്ക് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്വീകരിച്ചൊക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അമ്പലത്തിലേക്ക് വന്നിട്ട് അങ്ങനെ താലി കെട്ടുകയാണ്. ഇത് അമ്പലത്തിൽ നിന്നല്ലായിരുന്നു, ഹോളിൽ നിന്നായിരുന്നു കേട്ടോ കല്യാണം കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിനിപ്പോൾ ഈ ബാക്കിൽ വരുന്നില്ലേ താലം പിടിച്ച്, ഈ ആളാണ് കേട്ടോ 10ാമത്തെ ആൾ. ഇനി ഓളെ കല്യാണം കൂടിയാണ് ഞങ്ങൾക്ക് ഉള്ളത്. നിശ്ചയ ചെക്കനൊക്കെ മുഹൂർത്ത സമയം ഏകദേശം അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റേജിലേക്കൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. മണ്ഡപം ഓരോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ചടുത്തായിട്ടാണ് മണ്ഡപം വരുന്നത്. പിന്നെ പാറവപ്പടി എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ കൊണ്ടുപോയത് കുഞ്ഞാവേനെ. അതാ കഴിഞ്ഞ് കുഞ്ഞാവേനെയൊക്കെ സ്വീകരിച്ചതാ മണ്ഡപത്തിലേക്ക് കയറുന്നതാണ്. അവളിങ്ങനെ സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കുന്നില്ല, പക്ഷേ ഇന്നത്തെ ദിവസം എന്തായാലും സൈലൻ്റ് ആയിട്ടല്ലേ പറ്റൂ. അപ്പം അങ്ങനെ ഇതൊക്കെ അനിയത്തിമാരെ മക്കളൊക്കെയാണ് കേട്ടോ. അതിന് അനിയത്തിയുണ്ട്. ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ ലാസ്റ്റ് വരുന്നത്. മുന്നേ പോയതിൻ്റെ മോൾ. അങ്ങനെ എല്ലാവരും മണ്ഡപത്തിലേക്ക് എത്തി. മുഹൂർത്ത സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താലി കെട്ടാനുള്ള ഒരുക്കത്തിലാണ്. അത് കുഞ്ഞാവൻ്റെ അടുത്ത് നിൽക്കുന്ന വല്യമ്മ അങ്ങനെ ആരോ ആണ് കേട്ടോ. ഇതുണ്ട് പിന്നെ താലി കെട്ടുന്ന ആ ഒരു സമയത്തുള്ളത് എനിക്കെന്തോ വീഡിയോ എന്തോ കട്ടായി പോയോ എന്താണെന്നറിയില്ല, കിട്ടിയില്ല. പിന്നെ മോതിരം കൈമാറുന്നതും മാലയിടുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്യാമറമാൻ സ്റ്റേജിൻ്റെ മുകളിലുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളടുത്തേക്ക് വരുന്നൊരു സമയമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ചെക്കനെ വീട്ടിലെത്തി. കയറുന്ന വീഡിയോസൊന്നും ഇല്ല കേട്ടോ, അതൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ചെക്കനെ വീട്ടിലെത്തി. മിഥുൻ്റെ വീടിൻ്റെ മുകളിൽ എടുത്ത ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞാവേൻ്റെ കണ്ണിൻ്റെ മുകളിൽ വെച്ച് അതാ ഐലാഷ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇളകി പോന്നു കേട്ടോ. ഭയങ്കര ചൂടല്ല, അതുകൊണ്ടിട്ടായിരിക്കും. പിന്നെ അതൊക്കെ റെഡിയാക്കി കൊടുത്തതാ. കുഞ്ഞാവ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാരണം ഞങ്ങൾ ഇറങ്ങാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കായി പോവല്ലോ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവൾ. ഭയങ്കര വിഷമമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ 10ാമത്തെ ഞങ്ങളെ സ്വത്തൂട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇപ്പോൾ കുഞ്ഞാവിൻ്റെ റൂമാണിത്. മുകളിലെ റൂമിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും എടുക്കാൻ കിട്ടിയിട്ടൊന്നുമില്ല.
ആ തിരക്കിൻ്റെ ഉള്ളിലാണ്. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വീടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാ. ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്നല്ല, മണ്ഡപത്തിൽ നിന്നായിരുന്നു കല്യാണം. പിന്നെ അതാ ബിരിയാണിയൊക്കെ കഴിച്ച് എന്താ സ്വത്തൊട്ടി ഇതാ ഇവൾ കിട്ടാവും. ഇവളാണ് ഞങ്ങൾ 10ാമത്തെ ആൾ. ഈ ഓളയും കൂടി കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള 10 ആൾക്കാരെ കല്യാണം പൂർത്തിയായി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ഞങ്ങൾ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വിശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. കാറ്റൊന്നും കിട്ടിയിട്ടൊന്നും എവിടെ ഏശുന്നില്ല, അത്രയ്ക്കും ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വർത്തമാനം പറഞ്ഞ് നിന്ന്, കാരണം ഫുഡൊക്കെ ദഹിക്കണമല്ലോ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് പിന്നെ ഓരെ ഏൽപ്പിച്ച് പോരാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങുണ്ട്, പെണ്ണിനെ ഏൽപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ചടങ്ങാണ് ഇട്ടത്. നമ്മൾ യാത്ര പറയുന്നൊരു സമയമാണിത്. ഈ ഒരു സമയം എന്ന് പറയുമ്പം എല്ലാവർക്കും എന്താ വെച്ചാൽ ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അതൊക്കെ എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട് പോരുന്ന പോലെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ പരിചയം ഉണ്ടെങ്കിൽ പോലും വീട്ടുകാരില്ലാണ്ട് നമ്മൾ ഒരു ദിവസമോ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ റെഡി ആവും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ റെഡിയായി വരണമെങ്കിൽ കുറച്ച് സമയമാണല്ലോ. പക്ഷെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. അത് ആ കുട്ടീനെ പിടിച്ച് നിൽക്കുന്നതാണ് കുഞ്ഞാവൻ്റെ നാത്തൂന്, മിഥുൻ്റെ പെങ്ങളാണ്. അങ്ങനെ ഓരോ ബാക്കിയുള്ള ആൾക്കാരാണ് കേട്ടോ അതൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. കാരണം ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് അമ്മ കൈ പിടിച്ച് ഏൽപ്പിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ ഉണ്ട്. ഞാനിങ്ങനെ കുറേ വേണ്ടല്ലോ എന്ന് വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത്. പിന്നെ കുഞ്ഞാവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് മാമൻ്റെ മോനാണ്. ഇവരിങ്ങനെ നമ്പർ അനുസരിച്ച് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, കരയാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. അതാണ് ഈ ചറപറ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ സൗണ്ട് ഒഴിവാക്കിയതാണ്. കലപില സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാനാണ്. അപ്പോൾ വീഡിയോയിൽ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. കാരണം ഞങ്ങൾ വീഡിയോ എടുത്തതാണ്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ളതിലാണ്. ആ ഒരു സമയത്ത് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് ഓക്കെ ആയി വന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ എൻ്റെ അനിയത്തി ചിന്നുവിൻ്റെ വീഡിയോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളായിരുന്നു. നമ്മളെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞാവിൻ്റെത് അങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ച്. ഇതൊക്കെ ഏട്ടത്തി അനിയത്തി ഞങ്ങൾ മാമൻ്റെ മക്കളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളെ ബാക്കി തന്നെ ഉണ്ട് എത്രയോ ആൾക്കാർ. ഇത് ചിന്നുവിൻ്റെ ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞാവിൻ്റെ നിശ്ചയത്തിനൊരു വീഡിയോ ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയത്. ലാസ്റ്റ് അമ്മയാണ് വരുന്നത്. നമുക്ക് ഭയങ്കര സങ്കടം. നമുക്ക് പിന്നെ അടുത്തൂടെ എന്തെങ്കിലും പോയാൽ മതി, പെട്ടെന്ന് കണ്ണുന്ന വെള്ളം വരും. പിന്നെ ഏട്ടന്മാരൊക്കെ ഓളെ 2 ഏട്ടന്മാരുണ്ട്. ഒരാൾ ലാസ്റ്റ് യാത്ര പറയാനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, ആരും ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. പിന്നെ അങ്ങനെയൊക്കെ ആയി. എന്തായാലും ഭംഗിയായിട്ട് കഴിഞ്ഞ്, യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് തന്നെ, നല്ല ഭംഗിയായിട്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കുഞ്ഞാവൻ്റെ കല്യാണ വീഡിയോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോ ഇടലുള്ളൂ. ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്തായാലും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളെ മുന്നിലേക്ക്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.